ഹലോ ഓൾ, നമ്മൾ ഇന്ന് AWS EKS ആണ് പരിചയപ്പെടാനായി പോകുന്നത്, അതായത് ആമസോൺ ഇലാസ്റ്റിക് കുബർനെറ്റിസ് സർവീസ്. അതിനു മുൻപായി കുബർനെറ്റിസ് എന്താണെന്നുള്ളത് പറയാം. കുബർനെറ്റിസ് എന്നാൽ ഗൂഗിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഓപ്പൺ സോഴ്സ് കണ്ടെയ്നർ പ്ലാറ്റ്ഫോമാണ്. അതായത് ഒരു കണ്ടെയ്നറൈസ്ഡ് ആപ്ലിക്കേഷന്റെ ഡിപ്ലോയ്മെന്റ്, സ്കെയിലിംഗ് കൂടാതെ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് കുബർനെറ്റിസ് ഉപയോഗിക്കുന്നത്. കണ്ടെയ്നറൈസ്ഡ് ആപ്ലിക്കേഷൻസ് എന്നാൽ ഡിപ്പെൻഡൻസീസും റൺ ടൈം എൻവയോൺമെൻറ്റുമുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിനെ ചെറിയ കണ്ടെയ്നറൈസ്ഡ് ഫോമിൽ നിലനിർത്തിയിരിക്കുന്നതാണ്. ബേസിക്കലി മൈക്രോ സർവീസ് ആർക്കിടെക്ചർ, സ്കെയിലബിൾ വെബ് ആപ്ലിക്കേഷൻസ്, CI/CD കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡിപ്ലോയ്മെൻറ്റ് പ്രോസസ്, ഹൈബ്രിഡ് ക്ലൗഡ് ഡിപ്ലോയ്മെൻറ്റ്സ്, മെഷീൻ ലേണിംഗ് ആൻഡ് ഡാറ്റ പ്രോസസ്സിംഗ് എന്നിങ്ങനെയുള്ള പ്രോസസ്സുകൾ കുബർനെറ്റിസ് വഴി ഓട്ടോമേറ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു പ്രോസസ്സ് പോകുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ഒരു മോണോലിത്തിക് പ്രോസസ്സ്, അതായത് എല്ലാ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിനെ ഒരു സിംഗിൾ കോഡ് ബേസിൽ ടൈറ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോസസ്സാണ് മോണോലിത്തിക് പ്രോസസ്സ്. അതിനെ മൈക്രോ സർവീസ് ആർക്കിടെക്ചർ ആക്കി, അതായത് മെയിൻ ആപ്ലിക്കേഷനെ മൈക്രോ ആപ്ലിക്കേഷൻസായി സ്പ്ലിറ്റ് ചെയ്ത് അതിനെ കണ്ടെയ്നേഴ്സ്, അതായത് പോർട്ടബിൾ എക്സിക്യൂഷണബിൾ യൂണിറ്റുകളാക്കി കണ്ടെയ്നേഴ്സിൽ എൻക്യാപ്സുലേറ്റ് ചെയ്ത് കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ ടൂൾസ് ആയിട്ടുള്ള കുബർനെറ്റിസ് വഴി ഓട്ടോമേഷൻ, സ്കെയിലിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കുബർനെറ്റിസിൻ്റെ ബേസിക് ആയിട്ടുള്ളത്. കുബർനെറ്റിസ് സർവീസ് എല്ലാ ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളിലും അവൈലബിൾ ആണ്. അതിൽ മെയിനായിട്ടുള്ളത് ആമസോൺ EKS സർവീസ്, ഇലാസ്റ്റിക് കുബർനെറ്റിസ് സർവീസ് ആണ്. അതുകൂടാതെ അഷ്യൂർ പ്രൊവൈഡ് ചെയ്യുന്ന കുബർനെറ്റിസ് അഡാപ്റ്റേഷനാണ് അഷ്യൂർ KS. കൂടാതെ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഗൂഗിൾ കുബർനെറ്റിസ് എഞ്ചിൻ. നമുക്ക് EKS പരിചയപ്പെടാനായി AWS മാനേജ്മെൻറ്റ് കൺസോളിലേക്ക് ലോഗിൻ ചെയ്യാം. ആൻഡ് EKS സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. ക്ലസ്റ്റർ എന്ന് വെച്ചാൽ ഒരു വർക്കർ നോഡ്, അതായത് ഇവിടെ EC2 വിർച്വൽ മെഷീൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കണ്ടെയ്നറൈസ്ഡ് ആപ്ലിക്കേഷൻസിനെ റൺ ചെയ്യാനായി ഉപയോഗിക്കുന്നത്. ആ ഒരു AWS കുബർനെറ്റിസ് എൻവയോൺമെൻ്റ് ആണ് EKS ക്ലസ്റ്റർ. ഇവിടെ നമുക്കൊരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. ആഡ് ക്ലസ്റ്റർ കൊടുക്കാം. ക്ലസ്റ്ററിന് ഒരു നെയിം കൊടുക്കുക. അതിനുശേഷം ക്ലസ്റ്റർ വെർഷൻ സെലക്ട് ചെയ്യുക ആൻഡ് ക്ലസ്റ്റർ സർവീസ് റോൾ EKS ക്ലസ്റ്റർ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർവീസ് റോൾ എടുക്കാവുന്നതാണ്, ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് IAM റോൾ വഴി. EKS ക്ലസ്റ്റർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്ലസ്റ്റർ ഇവിടെ അലോ ക്ലസ്റ്റർ അഡ്മിനിസ്ട്രേറ്റർ ആക്സസ് ആണ് കൊടുക്കുന്നത്. കൂടാതെ ക്ലസ്റ്റർ ഒതൻറ്റിക്കേഷൻ മോഡ്, അതായത് റിക്വയർമെൻറ്റ്സ്, സെക്യൂരിറ്റി പോളിസീസ്, IAM റോൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് ക്ലസ്റ്റർ ഒതൻറ്റിഫിക്കേഷൻ മോഡും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ EKS API ആൻഡ് കോൺഫിഗ് മാപ്പ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് AWSൽ IAM പ്രിൻസിപ്പിൾസ് വഴി EKS ആക്സസ് എൻട്രി കൊടുക്കാവുന്ന ഒരു ക്ലസ്റ്റർ ഒതൻറ്റിക്കേഷൻ മോഡാണ് EKS API. അവിടെ IAM പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് മാത്രമേ EKS API കൊടുക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ കോൺഫിഗ് മാപ്പ്, അതായത് AWS AUTH കോൺഫിഗ് മാപ്പ് AWS ഒതൻറ്റിക്കേഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള IAM പ്രിൻസിപ്പിൾസ് വഴി നിങ്ങൾക്ക് ക്ലസ്റ്റർ ഒതൻറ്റിക്കേഷൻ മോഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കോൺഫിഗ് മാപ്പ് യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ EKS API ആൻഡ് കോൺഫിഗ് മാപ്പ് ഒരുപോലെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. നെയിം ഇൻവാലിഡായിട്ടൊന്ന് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് വേറൊരു പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഈ നെയിമിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്താം. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം VPC സെലക്ട് ചെയ്യുക. നമ്മളിവിടെ ഇപ്പോൾ ഡിഫോൾട്ട് VPC ആണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ബേസിക്കലി ഒരു ഇറർ കാണിക്കും. അത് ലാസ്റ്റിൽ ഇവിടെ തന്നെ ആ ഇറർ കാണിക്കും. നമുക്കിപ്പോൾ ഡിഫോൾട്ട് എടുക്കാം ആൻഡ് സബ്നെറ്റ്സ് എല്ലാം ഇപ്പോൾ സെലക്ട് ചെയ്യാം. ആൻഡ് സെക്യൂരിറ്റി ഗ്രൂപ്പും അതുപോലെ തന്നെ ഒരു ഡിഫോൾട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്ക് കൊടുക്കാം. ആൻഡ് അടുത്തതായിട്ട് നെക്സ്റ്റ് കൊടുക്കാം. EKS ആഡ് ഓണിൽ
EKS pod identity agent കൊടുക്കുന്നു. ആൻഡ് അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. റിവ്യൂ ആൻഡ് ക്രിയേറ്റിൽ ക്രിയേറ്റ് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബേസിക്കലി ഒരു ഇറർ വന്നിട്ടുണ്ട്. അതായത് ക്ലസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് VPC നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടില്ല, ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ അതിനായിട്ട് നമുക്ക് ക്ലൗഡ് ഫോർമേഷനിൽ പോവാം. സോ ക്ലൗഡ് ഫോർമേഷനിലേക്ക് പോവുക. ക്ലൗഡ് ഫോർമേഷനിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് VPC ആയിട്ട് ഒരു സ്റ്റാക്ക് ക്ലൗഡ് ഫോർമേഷനിൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഇതുവഴി ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ക്രിയേറ്റ് സ്റ്റാക്ക് കൊടുക്കുക. ഇറ്റ് സ്റ്റാൻഡേർഡ് റിസോഴ്സ്. സോ ഇവിടെ ഇപ്പോൾ ഒരു ടെംപ്ലേറ്റ് ഫയൽ, എൻ്റെ കയ്യിലുള്ള ഒരു ടെംപ്ലേറ്റ് ഫയൽ ഞാൻ ഉപയോഗിക്കുകയാണ്. ആ ഒരു ടെംപ്ലേറ്റ് ഫയൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യാം. സോ ചൂസ് ഫയൽ കൊടുക്കുന്നു. ആൻഡ് ഫയൽ സെലക്ട് ചെയ്യുന്നു. ആൻഡ് സോ സ്റ്റാക്ക് നെയിം കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ബാക്കിയുള്ള കോൺഫിഗറേഷൻസ് നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളുടെ സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള അടുത്ത പ്രോസസ്സിലേക്ക് പോകും. ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. സോ ഇവിടെ ഇപ്പോൾ സ്റ്റാക്ക് ക്രിയേറ്റ് ഇൻ പ്രോഗ്രസ്സിലാണ്. ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാക്ക് റണ്ണിങ് ഉണ്ട്. ആ ഒരു സ്റ്റാക്ക് ഉപയോഗിച്ച് നമ്മളുടെ ഇപ്പോഴത്തെ ക്ലസ്റ്റർ ക്രിയേഷൻ പൂർത്തിയാക്കാം. സോ അതിനായിട്ട് നമ്മളുടെ EKS ക്ലസ്റ്ററിലേക്ക് വന്നതിന് ശേഷം നെറ്റ്വർക്കിങ്ങിലേക്ക് പോവുക. അവിടെ ടെസ്റ്റ് സ്റ്റാക്ക്, അതായത് ക്ലൗഡ് ഫോർമേഷൻ വഴി ഡെവലപ്പ് ചെയ്ത സ്റ്റാക്ക് സെലക്ട് ചെയ്യുക. ആൻഡ് സോ സബ്നെറ്റ്സും അതുപോലെ സെലക്ട് ചെയ്യുക. ആൻഡ് സെക്യൂരിറ്റി ഗ്രൂപ്പും നമ്മളുടെ സ്റ്റാക്ക് വഴി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പ് കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം റിവ്യൂ ആൻഡ് ക്രിയേറ്റ് കൊടുക്കുക. സോ ഇവിടെ ഇപ്പോൾ ക്ലസ്റ്റർ ഓൺ ക്രിയേറ്റ് പ്രോസസ്സിലാണ്. സോ സ്റ്റാറ്റസ് ക്രിയേറ്റിംഗ് സ്റ്റേറ്റിലാണ്. സോ ഇതും കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ നമുക്ക് ക്ലസ്റ്ററിലേക്ക് ഒന്ന് പോകാം, ക്ലസ്റ്റർ ഡാഷ്ബോർഡിലേക്ക്. സോ ഓൾറെഡി ഇവിടെ ഇപ്പോൾ ഒരു ക്ലസ്റ്റർ റണ്ണിങ് സ്റ്റേറ്റിലാണ്. സോ ഈ ഒരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെൻറ്റിനായി നോഡ് ഗ്രൂപ്പ് സെറ്റ് ചെയ്യണം. അതായത് EKS ക്ലസ്റ്ററിന് കമ്പ്യൂട്ട് കപ്പാസിറ്റി സപ്ലൈ ചെയ്യാനായിട്ട് നോഡ് ഗ്രൂപ്പ്സ് ബേസിക്കലി ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ EC2 ആണ് നോഡ് ഗ്രൂപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ക്ലസ്റ്റർ, അതായത് സ്റ്റാറ്റസ് ആക്റ്റീവ് സ്റ്റേറ്റിലുള്ള ക്ലസ്റ്ററിലേക്ക് കയറാം. അതിനുശേഷം കമ്പ്യൂട്ടിലേക്ക് പോകാം. ആൻഡ് കമ്പ്യൂട്ടിൽ ഇവിടെ ഇപ്പോൾ 2 ക്ലസ്റ്റർ സ്റ്റേറ്റ്സ് ഉണ്ട്. ആൻഡ് സ്റ്റാറ്റസ് അവിടെ റെഡി അല്ല. സോ നമുക്കിവിടെ കുറച്ച് നോഡ് ഗ്രൂപ്പ് കൂടി ആഡ് ചെയ്യാം. ടൈപ്പ് കൊടുക്കുക നോഡ് ഗ്രൂപ്പിൻ്റെ. ആൻഡ് നോഡ് IAM റോൾ കൂടി കൊടുക്കുക. സോ വർക്കർ നോഡ് പോളിസി ഇവിടെ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ IAM റോൾ വഴി അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സോ അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ നോഡ് ഗ്രൂപ്പിനെ ബാക്കിയുള്ള കോൺഫിഗറേഷൻസ് ഇവിടെ കൊടുക്കുക. സോ ആമസോൺ മെഷീൻ ഇമേജസും കപ്പാസിറ്റി ടൈപ്പ് ആൻഡ് ഇൻസ്റ്റൻസ് ടൈപ്പ് എല്ലാം കൊടുക്കുക. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ T3 മീഡിയം മാറ്റി T2 മൈക്രോ അല്ലെങ്കിൽ T3 മൈക്രോ കൊടുക്കാവുന്നതാണ്. സോ T2 നാനോ ഓർ T2 മൈക്രോ. ഓക്കെ, T2 നാനോ കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കോൺഫിഗറേഷൻസ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ആൻഡ് സബ്നെറ്റ്സും കൊടുക്കുക. സോ ഇവിടെ ഇപ്പോൾ ഇത് പ്രോസസ് നടക്കുന്നതേ ഉള്ളൂ. സോ നമുക്ക് EC2 ഡാഷ്ബോർഡിലേക്ക് ഒന്ന് പോകാം.
സോ EC2യിലേക്ക് പോയാൽ നമ്മളുടെ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലസ്റ്റർ ഗ്രൂപ്പിൻ്റെ നോഡാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. സോ അല്പസമയത്തിനകം തന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലസ്റ്ററിൻ്റെ നോഡ്സും ഇവിടെ ആഡ് ആവുന്നതാണ്. സോ നമ്മളവിടെ കപ്പാസിറ്റി 2 കൊടുത്തതുകൊണ്ട് തന്നെ ഇവിടെ നോഡ് ഗ്രൂപ്പും 2 തന്നെയായിരിക്കും വരുന്നത്. സോ ഇത്രയുമാണ് EKS മാനേജ്മെൻറ്റ് കൺസോൾ വഴി EKS സെറ്റപ്പ്. സോ കണ്ടെയ്നറൈസ്ഡ് ആപ്ലിക്കേഷൻസ് ഡിപ്ലോയ് ചെയ്യാനായി ക്ലസ്റ്റർ ഉപയോഗിക്കാം. പിന്നീട് kubectl ടൂൾസ് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻസ് ഡിപ്ലോയ് ചെയ്യാനും മാനേജ് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ അടുത്തതായി നമുക്ക് കൺക്ലൂഷനിലേക്ക് ഒന്ന് പോകാം. അതായത് ആമസോൺ EKS സ്ട്രീംലൈൻസ് ദ ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് കണ്ടെയ്നറൈസ്ഡ് ആപ്ലിക്കേഷൻസ് ഓഫറിംഗ് എ ഫുള്ളി മാനേജ്ഡ് കുബർനെറ്റീസ് സർവീസ്. അതായത് കണ്ടെയ്നറൈസ്ഡ് ആപ്ലിക്കേഷൻസിൻ്റെ മാനേജ്മെൻറ്റിനും ഡിപ്ലോയ്മെൻറ്റിനും ഇലാസ്റ്റിക് കുബർനെറ്റീസ് സർവീസ് ആമസോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു സർവീസ് ഈ ഒരു കണ്ടെയ്നറൈസ്ഡ് ആപ്ലിക്കേഷൻസിൻ്റെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പറേഷണൽ ഓവർഹെഡിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളുടെ EKS ഉപയോഗിച്ച് ആപ്ലിക്കേഷൻസിനെ അപ്ഡേറ്റ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും ആ ഒരു പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യുന്നതാണ്. സോ അതുവഴി നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുകയും ഓപ്പറേഷണൽ ഓവർഹെഡിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുമില്ല. സോ EKS നമുക്ക് ഫാർഗേറ്റ്, അതായത് സെർവർലെസ് കണ്ടെയ്നർ എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഫാർഗേറ്റ് എന്ന ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മളിവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് EC2 ബേസ്ഡ് കോഡ് ഡിപ്ലോയ്മെൻറ്റ്സ്, അതായത് EC2 ബേസ്ഡ് ഡിപ്ലോയ്മെൻറ്റ്സ് ആണ്. സോ ആ ഒരു രീതിയിൽ, അതായത് ഫാർഗേറ്റ് സർവീസും EC2 ബേസ്ഡ് ഡിപ്ലോയ്മെൻറ്റ് സർവീസും AWS EKS പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള കണ്ടെയ്നറൈസ്ഡ് ആപ്ലിക്കേഷനെ എഫക്റ്റീവ്ലി ബിൽഡ് ചെയ്യാനും അതുവഴി AWSലെ റോബസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറും കുബർനെറ്റീസ് എക്സ്പെർട്ടൈസും ഉപയോഗിക്കാനും AWS EKS പ്രാപ്തമാക്കുന്നു. സോ ഇത്രയുമാണ് AWS EKSനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. താങ്ക് യു.